2 ദിവസത്തെ അയലക്കറിക്ക് ശേഷം ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന പുതിയ മീൻകറിയാണ് ചൂടൻ മീൻകറി. ഈ മീനിൻ്റെ പേരാണ് കേട്ടോ ചൂടൻ. ഞങ്ങളുടെ നാട്ടിൽ ചൂടൻ എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ മേലെ ഡിസൈനുള്ള മീനെയാണ് നമ്മൾ വരയും ചൂടൻ എന്ന് വിളിക്കുന്നത്. ഇത് ചൂടൻ ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ, ഇത് വളരെ കാം ആയിട്ടുള്ള മീനാണ്. പക്ഷേ ഇങ്ങനെയാണ് ഈ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് വിളിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇതിനെ അരച്ച് കറി വയ്ക്കാനാണ് പ്ലാൻ. അതുകൊണ്ട് തന്നെ തേങ്ങ ചിരകിയതും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൊച്ചുള്ളിയും വെള്ളവും ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ചട്ടിയിലേക്ക് ഒഴിച്ച് ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിയുന്നതിന് ശേഷം മാത്രം നമുക്ക് മീൻ ചേർക്കാം. ഇത് കണ്ടോ, തിളച്ച് വരുന്നത് കണ്ടോ? ഇത് തിളച്ച് വരുന്നത് കാണുമ്പോൾ എന്താണ് ഓർമ്മ വരിക? എനിക്ക് കടലിൽ വേവ്സ് ഇങ്ങനെ കരയിലേക്ക് എത്താൻ വേണ്ടി വെമ്പി വരുന്ന ആ ഒരു സീനുണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കണ്ടോ മുന്നോട്ട് വരുന്നത്. ഇനി അത് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ മീനുണ്ടല്ലോ, അത് നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രം അരപ്പിലേക്ക് ഇടുക. എന്നിട്ട് അത് 2 കഷ്ണം കുടംപുളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി മൂടി വെച്ച് വേവിക്കുക. ചെറിയ മീനായതുകൊണ്ട് അധികം വേവിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു 10 മിനിറ്റേ വേണ്ടൂ. പിന്നെ ഇതിനെ ഇത് ലുക്ക് വൈസ് ചെറിയ മീനാണെങ്കിലും ആളൊരു കില്ലാടിയാണ് കേട്ടോ. കാരണം ഇത് നിറയെ കാൽഷ്യം ഉള്ളതാണ്, അതിൻ്റെ പല്ലിനും എല്ലിനും ഒക്കെ നല്ലതാണ്. പിന്നെ ഇതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ കറിക്ക് ഒരു അസാധ്യ രുചി കിട്ടും. പക്ഷെ ഫ്രിഡ്ജിൽ കറിവേപ്പില ഉണ്ടായിരുന്നില്ല. പിന്നെ മുറ്റത്ത് അസാധ്യ വെയിലായതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പുറത്തേക്ക് പോയില്ല എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് എണ്ണ ഒഴിക്കേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല, കാരണം നമ്മൾ തേങ്ങ അരച്ചാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ തേങ്ങയിലെ എണ്ണയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് പൊരിച്ച് കറുമുറ തിന്നാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇന്നലെ അയില പൊരിച്ച് തിന്നത് കൊണ്ട് ഇനി ഒരാഴ്ചത്തേക്ക് പൊരിച്ച മീൻ കഴിക്കില്ല. പിന്നെ ഇതിനകത്തൊരു ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അടുത്ത പരിപാടി കുറച്ച് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് തട്ടിക്കുടഞ്ഞിട്ട് ഉപ്പും ലേശം വെള്ളമൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് അത് ഇങ്ങനെ കോരി ഒഴിക്കാൻ പരുവത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കല്ലെടുക്കുക, ചട്ടിയിൽ കല്ല് വെക്കുക, അതിലേക്ക് ഒരു ലേശം എണ്ണ തൂത്ത് മയക്കിയെടുക്കുക. പിന്നെ ഇത് കോരി ഒഴിക്കുക. കോമ്പസ് കൊണ്ട് മാത്രം സർക്കിൾ വരയ്ക്കാൻ അറിയാവുന്ന ആളാണ് ഞാൻ. എനിക്ക് അല്ലാതെ വരയ്ക്കുന്ന ഒരു സർക്കിളും പെർഫെക്റ്റ് ആവാറില്ല. പോട്ടെ, സാരമില്ല. എങ്ങനെ പെർഫെക്റ്റ് ആയാലും ഇല്ലേലും ഇത് കോമ്പറ്റീഷനൊന്നുമില്ലല്ലോ, നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. ദേ ഒത്തില്ല, പക്ഷെ 2 കണ്ണൊക്കെ വരച്ച് ഒരു വായൊക്കെ വരച്ച് ഒരു മുയൽ പോലെ ആക്കാനൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷെ നടന്നില്ല. കണ്ടോ, ഇതും നടന്നില്ല. പിന്നെന്ത് ചെയ്യുക, അത് മറിച്ചിട്ട് ഇത്രേ എനിക്ക് ഡ്രൈ ആകാൻ പാടുള്ളൂ. നല്ലോണം ഡ്രൈ ആയത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഗോതമ്പ് ദോശ എടുത്ത് വയ്ക്കുക. നമ്മളത് ചുട്ട് പാത്രത്തിലാണ് ഇടുന്നതെങ്കിലും അവസാനം വേറൊരു പാത്രം എടുത്ത് മൂടാനൊന്നും ശ്രമിക്കേണ്ടത്. ഈ കല്ലിലോട്ട് എല്ലാം കൂടെ വെച്ചിട്ട് മൂടിയാൽ മതി. അപ്പോഴത്തേക്കും ചൂടും ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ഗോതമ്പ് ദോശയ്ക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും കറി വേണ്ടേ? അപ്പോൾ 2 തക്കാളി, ഒരു സവാള എടുത്തിട്ടുണ്ട്. ഈ തക്കാളിയിൽ ആരും എനിക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ട്. തക്കാളി കൊണ്ട് എങ്ങനെ കഴിക്കാനും എന്ത് കഴിക്കാനും പച്ചക്ക് കഴിക്കാനും ഒക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഡ്രൈ ആയപ്പോഴേക്കും ലേശം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ലേശം എണ്ണ മതി, കാരണം തക്കാളിയിൽ ഒരു വെള്ളമുണ്ടല്ലോ. പിന്നെ അടുത്തതാണ് ഇത് ഈ കടുകുണ്ടല്ലോ, കടുകിട്ടിട്ട് ഇങ്ങനെ പൊട്ടുന്നത്. നമ്മുടെ ഉത്സവത്തിനൊക്കെ വെടി പൊട്ടത്തില്ലേ, ഇഷ്ടപ്പെടന്ന്, അതുപോലെയാണ് അതിനകത്ത് കടുകിടുന്നത്. ഞാൻ ഈ കടുകിടുമ്പോൾ കുറച്ച് അധികം ഇട്ട് കൊടുക്കും, ഈ പൊട്ടലും ചീറ്റലും കേൾക്കാൻ വേണ്ടി മാത്രം. പിന്നെ സവോള ഇട്ട് വഴറ്റി അതിനുശേഷം തക്കാളി ഇട്ട് വീണ്ടും വഴറ്റി തുടങ്ങി. സവാള നന്നായി വഴറ്റിയതിന് ശേഷമാണ് എല്ലാവരും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റുന്നത്. പക്ഷെ അത്രയ്ക്ക് പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ട് രണ്ടും ഒന്നിട്ട് അതിൻ്റെ പുറകെ അതും ഇട്ടു, അങ്ങനെ ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ലേശം മുളക് പൊടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം. എനിക്ക് എരിവിനേക്കാൾ ഇഷ്ടം തക്കാളിയുടെ ഒരു പുളി ചേർത്തിട്ടുള്ളൊരു മധുരം ഉണ്ടല്ലോ, അതാണ് കൂടുതൽ ഇഷ്ടം. അതും കൂട്ടി ഈ ഗോതമ്പ് ദോശ കഴിക്കാനുണ്ടല്ലോ, സൂപ്പറാണ്. അപ്പം നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കാച്ച് യു ലേറ്റർ.